ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു റെസിപ്പി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണുക. കണ്ട് ഇഷ്ടമാവും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിക്ക് നല്ലപോലെ തേങ്ങേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. തേങ്ങാപ്പാലും തേങ്ങ ചിരവിയതും എല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തേങ്ങ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിടിയും കോഴിയും ഇല്ലേ, നിങ്ങൾ കേട്ടിന? അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടും ഇല്ലേ, പിടിയും കോഴിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിതാ ഞാൻ ഫസ്റ്റ് അരിപ്പൊടിയില്ലേ അതെടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പേർക്ക് കഴിക്കാനാണെങ്കിൽ ഒരു കപ്പ് 1-2 കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചധികം തന്നെ എടുക്കുന്നത്. ഇന്ന് വീട്ടിൽ എൻ്റെ സിസ്റ്ററും നുച്ച അവർ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ റുഫൈസി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്യലാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരിപ്പൊടിൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 1-2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 1-2 ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി, മീഡിയം സൈസ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരളവിലുള്ള ഉള്ളി എടുത്തിന്. പിന്നെ ഉള്ളിയിലൊരു ടേസ്റ്റ് അല്ലേ, അങ്ങനെ. ഉള്ളിയും വെളുത്തുള്ളിയില്ലേ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് അതിൻ്റെ തോല്, പുറമേയുള്ള തോല് കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി. എന്താണ് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനി ഇതെല്ലാം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് മുമ്പ് മിക്സീൻ്റെ ജാറിലേക്ക് ഫസ്റ്റ് കുറച്ച് തേങ്ങ, ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അരിപ്പൊടി കുറച്ച് കൂടുതൽ എടുത്തോണ്ട് ഒരു മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഉള്ളി വെളുത്തുള്ളി പിന്നെ വലിയ ജീരകയില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഇപ്പം അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പും ഈ നമ്മൾ അടിച്ചെടുത്ത ഈ തേങ്ങേൻ്റെ മിക്സിയില്ല ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കലാണ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല തിളച്ച വെള്ളം ഉണ്ടാവില്ല, ചൂട് വെള്ളത്തിലാണ് കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. നല്ല സെറ്റാവും. അങ്ങനെ ഇതാ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കാം. ഇതെന്തായാലും നമുക്കിപ്പോൾ ചൂടോടെ കൈ വെച്ചിട്ടൊന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കലാണ്. ഇതാ ഞാൻ ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ ഇതിൻ്റെ തരിപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കണം. നമ്മൾ ഈ കുഞ്ഞോ റൊട്ടിയെല്ലാം ഉണ്ടാവില്ലേ അതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കലാണ്.
ഇതിൻ്റെ ഒരു പണി ഇതാണ് കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കലേ അത് പെട്ടെന്നൊന്നും തീരൂലല്ലോ. അങ്ങനെ കുറേ നിന്നിട്ടും ഇരുന്നിട്ടെല്ലാം ചെയ്ത് പിന്നെ ഒറ്റയ്ക്ക് എന്തായാലും ഇത് ചെയ്ത് തീർക്കുമ്പോഴേക്ക് ലേറ്റ് ആവുന്നുണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കലാണ്. അങ്ങനെ ഇതാ അരിയെല്ലാം നമ്മളിതാ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിന്. ഇതെല്ലാം ഒരേ ഷേപ്പൊന്നുമല്ല കേട്ടോ. ലാസ്റ്റ് ആയാലും ഷേപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് മുങ്ങാനുള്ള വെള്ളമൊന്നും വേണ്ട, എന്നാലും ആ ഒരു അളവിനുള്ള വെള്ളത്തിൽ. ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഒരു വിചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിലിട്ടിട്ട് നമുക്കിത് ചെറിയ ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് ബോൾസ് ആക്കിയെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. ഇതിപ്പോൾ ഇല്ലേ കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല. സ്പൂൺ വെച്ചിട്ട് ഇടുമ്പോൾ ഇല്ലേ അത് പൊട്ടിപ്പോവും ആ ബോൾസ്. പിന്നെ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കലാണ്. ഇനിയില്ലേ ഇത് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വലിയ സ്പൂണൊന്നും വെച്ച് ഇളക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തുന്ന ഒരു പുള്ളി ഉണ്ടാവില്ലേ, അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടില്ലേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ തേങ്ങയില്ലേ അതും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയില്ലേ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മതി കേട്ടോ. ആ ഒരു ഇതിൽ പിടിയിൽ ഒഴിച്ച് കൊടുക്കലാണ്. ഇത് കുറച്ച് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിടി ഏകദേശം നല്ലപോലെ സെറ്റായിട്ടുണ്ട്, നല്ല വേവായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഇതിലൊന്നും വേണ്ട, ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല വറുത്തരച്ച കറി വേണം. അത് ഉമ്മയാണ് കേട്ടോ ആക്കിയത്, ഞാൻ ആക്കിയിട്ടില്ല. അതും റെഡി ആയിട്ടുണ്ട്. ഇത് ആക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ പിടി ആക്കുന്നതുകൊണ്ട് ചിക്കൻ കറിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല വറുത്തരച്ച കറി തന്നെ വേണം കേട്ടോ. ഇന്നില്ലേ ഞാൻ മനസ്സിലായി നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ മാത്രമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കല്ലുമ്മക്കായും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായ് നമ്മൾ തലേന്ന് വാങ്ങിയതേനു, അതൊന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കടിയില്ലാണ്ട് പറ്റില്ല. അപ്പം അങ്ങനെ ആ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഞാനും ഉമ്മയും മാത്രമാണെങ്കിൽ നമുക്ക് കടിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ, ഞങ്ങൾ ഫ്രൂട്ട് മാത്രമാണ് കഴിക്കുക. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആകാറായാലാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. മെയിനായിട്ട് ഫ്രൂട്ട് തന്നെയുള്ളൂ കേട്ടോ, വേറെ കടിയൊന്നുമില്ല. നമ്മളില്ലേ എല്ലാവരും ഉള്ളപ്പോൾ നിലത്ത് ഇരുന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുക. എന്താണെന്ന് വെച്ചാൽ ടേബിളിൽ ഇരുന്നിട്ടൊന്നും അങ്ങനെയില്ല, നിലത്ത് ഇങ്ങനെ വട്ടത്തിലിരുന്ന് നല്ല രസമല്ലേ നോമ്പ് തുറക്കാൻ. അങ്ങനെ നിലത്താണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ. ആണുങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ടേബിൾ മേലെല്ലാം ഇരിക്കും. അങ്ങനെ പാങ്കൊക്കെ കൊടുത്തതിന് അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന്. പിന്നെ ജ്യൂസ് അടിച്ചിന് കേട്ടോ, മുന്തിരി ജ്യൂസ് അടിച്ചിന്. അതും പഞ്ചസാര ഇടാണ്ടാണ് അടിച്ചിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ പഞ്ചസാര ഇടാണ്ടല്ല കേട്ടോ കുടിക്കൽ. അങ്ങനെ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ മധുരം ഇടാണ്ടെല്ലാം കുടിക്കുമ്പോൾ അതെന്തോ പോലെയല്ലേ. നല്ല പുളിയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോക്കാൻ കേട്ടോ. ഇതാണ് പിടി. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കലാന്ന്.
ഇതിൻ്റെ കൂടെയില്ലേ നല്ല ചിക്കൻ കറി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മിക്സിങ് തന്നെയാണ്, പിടിയും കോയും എന്ന് പറയാം. പിന്നെ ഉമ്മ ആദ്യമില്ലേ കുഞ്ഞോറൊട്ടി ആക്കാമെന്ന് പറഞ്ഞല്ലോ. ഞാനാ പറഞ്ഞിനി നമുക്കിങ്ങനെ പിടിയും കോഴിയും ആക്കാം, നമ്മൾ ഇതുവരെ ആക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അത് നല്ല ആവും ചെയ്തിന്. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.